വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് വിന്താലു ആണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് 1.5 കിലോ, കടുക് 3 ടീസ്പൂൺ, സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 7 എണ്ണം നീളത്തിലരിഞ്ഞത്, വേപ്പില ആവശ്യത്തിന്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വിനാഗിരി 1 കപ്പ്, 1.5 ടീസ്പൂൺ ഗരം മസാല. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക്, വെളുത്തുള്ളി, അല്പം ഇഞ്ചി, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരിയും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറച്ചിയിലേക്ക് പുരട്ടാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈ ബീഫ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ പാത്രത്തിലുള്ള അരപ്പെല്ലാം ഈ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബീഫിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് കൂടി വീണ്ടും വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റി ചേർക്കാം. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും വേപ്പിലയും ഇടാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വേഗം വാടിക്കിട്ടും. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇത് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലു റെഡിയായി. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബീഫ് വിന്താലു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.